അങ്ങനെ പൊങ്കാല ദിവസം ഇങ്ങെത്തി. ഞാൻ രാവിലെ ഒരു 7 മണിയായപ്പോഴത്തേക്കും അമ്പലത്തിലെത്തി കേട്ടോ. ഇതാ ഈ ഒരു ഗ്രൗണ്ടിലാണ് നമ്മൾ പൊങ്കാല ഇടുന്നത്. ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഭഗവതി ടെമ്പിളുണ്ട്. ഇത് കൊടുങ്ങല്ലൂരമ്മയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. അപ്പോൾ ഞങ്ങൾ കലമൊക്കെ എടുത്തുകൊണ്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു. കലം കഴുകി വെള്ളവും കൂടെ നിറച്ചുകൊണ്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇല്ലെങ്കിൽ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും വരുമ്പോൾ ഭയങ്കര തിക്കും തിരക്കും ആവില്ല. ഞങ്ങൾ പിന്നെ വെള്ളമൊക്കെ എടുത്ത് അവിടെ കൊണ്ടുവന്ന് അടച്ചു വെച്ചു. അടപ്പൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അടച്ചു വെച്ച ശേഷം ഞങ്ങൾ നേരത്തെ തന്നെ വന്ന് ഞങ്ങളുടെ സ്ഥലം പിടിച്ചു കേട്ടോ. ഏറ്റവും ലാസ്റ്റാണ് നിന്നത്. അപ്പോൾ ഞങ്ങൾ വെള്ളമൊക്കെ കൊണ്ട് അവിടെ വെച്ചിട്ട് അടുത്തത് കിറ്റ് വാങ്ങണം. അങ്ങനെ ഞങ്ങൾ കിറ്റ് വാങ്ങാനായിട്ട് വന്നു. ഇവൾ സ്നേഹം എന്നെ കളിയാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. എൻ്റെ യൂട്യൂബ് ചാനലിനെ കുറിച്ചൊക്കെ പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരിക്കുക വീഡിയോ എടുക്കുന്ന കണ്ടുകൊണ്ട്. അപ്പോൾ ഞങ്ങൾ കിറ്റൊക്കെ വാങ്ങിയിട്ട് അമ്പലത്തിനകത്ത് നോക്കിയപ്പം അവിടെ ഗണപതി ഹോമം നടക്കുന്നുണ്ട്. ഞങ്ങൾ അവിടെ തൊഴുതിട്ട് വീണ്ടും പോയി. കുറേ പേരൊക്കെ അവിടെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വന്നിട്ട് പിന്നെ കലത്തിൽ പൂവൊക്കെ കെട്ടി എല്ലാം സെറ്റാക്കി വെച്ചു. പിന്നെ വിറകൊക്കെ എടുത്തുകൊണ്ട് വെച്ചു. അങ്ങനെ ഇപ്പം സമയം കുറച്ചായി കേട്ടോ, ഒരു 8:30 ആയി അപ്പോഴത്തേക്കും. അപ്പോൾ കുറേ ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. അങ്ങനെ എല്ലാം സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ ആ സൈഡിലോട്ട് കുറച്ച് വെയിലായതുകൊണ്ട് അവിടെ ആരും അങ്ങനെ നിൽക്കുന്നില്ല. പിന്നെ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, മോന് എക്സാം ഉണ്ടെങ്കിൽ പൊങ്കാല ഇടാൻ പറ്റുമോയെന്ന്. അപ്പം എക്സാം ഡേറ്റ് ഒക്കെ വന്നപ്പോൾ എന്തായാലും മാർച്ച് 3 എക്സാം ഇല്ലായിരുന്നു. അത് തന്നെ ഭാഗ്യം. പിന്നെ ഒരാഴ്ചത്തേക്ക് എക്സാം ഇല്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് ടെൻഷനൊന്നും ഇല്ലാതെ ഇടാൻ പറ്റി. ഇപ്പം നമ്മൾ പൊങ്കാലടുപ്പ് കത്തിക്കുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനയാണ് കാണുന്നത്. അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പൊങ്കാല അടുപ്പൊക്കെ കത്തിച്ചു. പൊങ്കാല അടുപ്പല്ല, ഭണ്ഡാര അടുപ്പെന്നാണ് അതിന് പറയുന്നത്. ഞങ്ങളുടെ പൊങ്കാലയൊക്കെ തിളച്ചു. അപ്പോൾ നമ്മുടെ അവിടുത്തെ കൗൺസിലർ നമ്മുടെ അവിടെ വിസിറ്റ് ചെയ്തതാണ് കേട്ടോ പൊങ്കാലയൊക്കെ കാണാനായിട്ട്. പുള്ളിക്കാരൻ്റെ കൂടെ നടക്കുന്നത് നമ്മുടെ കരയോഗത്തിൻ്റെ പ്രസിഡൻറ്റ് സെക്രട്ടറിയാണ്. ഇടയ്ക്ക് നമുക്ക് ബിസ്ലറി വാട്ടറൊക്കെ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം നമുക്ക് പൊങ്കാല കഴിഞ്ഞ് തിളച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മോരും വെള്ളമൊക്കെ കൊണ്ട് തന്നു കേട്ടോ. ഞാനാണെങ്കിൽ ഒരു 2 ഗ്ലാസ് മോരും വെള്ളം അങ്ങ് മാട്ടി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ നാട്ടിൽ പറയുന്നൊരു ഭാഷയാണ്. എന്നുവെച്ചാൽ നമ്മൾ ഈ ദാഹിച്ച് വലഞ്ഞ് നിൽക്കുമ്പോൾ വെള്ളം ഒരുപാട് കോരി കുടിക്കില്ലേ, അതിന് പറയുന്നതാണ് മാട്ടുക എന്നുള്ളത്. പിന്നുണ്ടല്ലോ, അടുപ്പ് കത്തിച്ചപ്പോൾ തന്നെ നമ്മുടെ കലത്തി ചുറ്റിരുന്ന പൂവൊക്കെ താഴെ വീണ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാ പ്രാവശ്യവും അങ്ങനെയാണ്. എന്നാലും നമുക്കത് വെച്ചില്ലെങ്കിൽ ഒരു സമാധാനമില്ല.